ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. വക്രതുണ്ഡമഹാകായ സൂര്യകോടിസമപ്രഭ അവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. വെള്ളപ്പളുങ്കു നിറമുത്ത വിദഗ്ധരൂപീ കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി. വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ. സംസാരിക്കുന്നതെല്ലാം ജപം അഖിലകരന്യാസവും മുദ്രയേവം സഞ്ചാരം ദക്ഷിണാവർത്തനവും അശനപാനങ്ങൾ ഹോമങ്ങളും മേ സംവേശം തന്നെ സാഷ്ടാംഗവും അഖില സുഖം താനുമാത്മാർപ്പണത്തിൻ സംവിത്താൽ നിൻ സപര്യാവിധിയിൽ വരിക ഞാൻ കാട്ടിടും ചേഷ്ടയെല്ലാം. ശ്രീ മഹാദേവി നമഃ. ശ്രീ മഹാദേവി നമഃ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹോഷ്മളമായ സ്വാഗതം. ഈ ബ്രഹ്മാണ്ഡ പുരാണ അന്തർഗതത്തില് അതിൻ്റെ ഉത്തരാഖണ്ഡത്തിൽ ഹയഗ്രീവനും അതുപോലെ അഗസ്ത്യ മഹർഷിയും തമ്മിലുള്ള ഒരു സംവാദ രൂപേണയാണ് ലളിതോപാഖ്യാനത്തിന്റെ അനുബന്ധമെന്നോണം എന്ത് കൊടുത്തിരിക്കുന്നത്? ലളിത സഹസ്രനാമം. കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തനി. നാമം എങ്ങനെയാണ് ചൊല്ലുകയെന്ന് നോക്കിക്കോളൂ. കാമേശ്വര പ്രേമരത്നമണി. ഒരുമിച്ച് പറയാം. കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തനി. അങ്ങനെ വായിക്കാം. കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തനി. കൂടെ വായിക്കാം. കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തനി. അപ്പോ ദേവിയുടെ എന്താണ് ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്? കാമേശ്വരന്റെ അല്ലെങ്കിൽ മഹാദേവന്റെ ദേവിക്ക് നേർക്കുള്ള അനശ്വരമായ പ്രേമത്തെ, സ്നേഹത്തെ എടുത്തു കാണിക്കുന്ന ഒരു നാമമാണത്. ഈ നാമത്തിന്റെ അർത്ഥതലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് മഹാദേവന്റെ അല്ലെങ്കിൽ കാരണം നമ്മള് ശിവ ഇതിൽ പഠിച്ചല്ലോ നമ്മള്. കലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം അല്ലേ, നിജ തപഫലാഭ്യാം എന്നുള്ള ശിവാനന്ദ ലഹരി നമ്മൾ പഠിച്ചില്ലേ. നിജ തപഫലാഭ്യാം. ശിവനും പാർവതിയും തമ്മില്, പാർവതി മാത്രമൊന്നല്ല ഈ ശിവനെ കിട്ടാൻ തപസ് ചെയ്തിട്ടുള്ളൂ, ശിവനും തപസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പരസ്പരം തപസ് ചെയ്ത് പരസ്പരം ഒരുമിച്ച് ചേർന്നിട്ടുള്ളവരാണ് ആര്? ശിവനും പാർവതിയും. അപ്പോ രണ്ടുപേർക്കും ഉള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അവിനാഭാവബന്ധമാണ്. ഒരിക്കലും വിട്ടുപിരിയാത്ത ഭാവബന്ധത്തിന്റെ ഉടമകളാണ് ശിവനും പാർവതി എന്ന് പറയുന്നത്. സൂര്യനും പ്രകാശവും പോലെയാണ്. സൂര്യൻ ഉണ്ടെങ്കിലല്ലേ പ്രകാശം ഉണ്ടാവുള്ളൂ. അപ്പൊ സൂര്യനും പ്രകാശവും തമ്മിൽ എന്തൊരു ബന്ധം? അതിന് അവിനാഭാവബന്ധം എന്ന് പറയും. അഗ്നി, ചൂട്, അഗ്നിയിൽ നിന്നാണ് ചൂടുണ്ടാവുന്നത്. ചൂട് അഗ്നിയും തമ്മിലുള്ള ബന്ധം ആലോചിച്ച് നോക്കൂ. അതുപോലെ ശിവനില്ലെങ്കിൽ പാർവതി ഇല്ല, പാർവതിയില്ല ശിവനില്ല. ഇപ്പൊ രണ്ടുപേരും പരസ്പരം തപസ് ചെയ്ത് നിജ തപഫലാഭ്യമാണ്. രണ്ടുപേരുടെയും തപസ്സിനാൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ളവരാണ് അവര്. അപ്പൊ ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാമേശന്റെ, മഹാദേവന്റെ ദേവിക്ക് നേർക്കുള്ള എന്താണ് അനശ്വര പ്രേമത്തിന്റെ അല്ലെങ്കിൽ ആ പ്രേമത്തെ എടുത്തു കാണിക്കുന്ന ഒരു നാമമാണ്. മഹാദേവന്റെ പ്രേമമാകുന്ന രത്നമണിക്ക് കാമേശ്വര പ്രേമ രത്നമണിയാണ്.
എന്നുവെച്ചാൽ കാമേശ്വരന്റെ മഹാദേവന്റെ പ്രേമ രത്നമണി, പ്രേമമാകുന്ന ഒരു രത്നമണി അങ്ങോട്ട് കൊടുക്കുകയാണ്. ചിന്തിക്കേണ്ടതാണ്. അതായത് മഹാദേവൻ പാർവതിക്ക് തൻ്റെ എന്താണ് പ്രേമമാകുന്ന സ്നേഹമാകുന്ന രക്തമണി അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിന് പ്രതിപണമായിട്ട് എതിർവണമായിട്ട് അതല്ലെങ്കിൽ പകരം കൊടുത്തതാണത്രേ മാറിടങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ എന്നാണ് പറയുന്നത്. മഹാദേവന്റെ അനശ്വര പ്രേമമാകുന്ന രത്നമണിക്ക് ദേവി പ്രതിപണമായിട്ട് അല്ലെങ്കിൽ എതിർപണമായിട്ട് അല്ലെങ്കിൽ പകരപ്പണം ഇങ്ങോട്ട് എന്തെങ്കിലും തന്നാൽ അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ? വേണോ വേണ്ടയോ? ഇപ്പൊ മഹാദേവൻ പാർവതിക്ക് നൽകിയത് എന്താണെന്നുള്ളത് സ്നേഹത്തിന്റെ പ്രേമത്തിന്റെ രത്നമണിയാണ് കൊടുത്തത്. അപ്പൊ അതിന് എതിർപണമായിട്ട് പ്രതിപണമായിട്ട് പകരമായിട്ട് പാർവതി അങ്ങോട്ട് നൽകിയതാണ് അത്രേ ആ സ്ഥലങ്ങള് എന്ന് പറയുന്നത്. ഇപ്പോ വാത്സല്യത്തിന്റെ ഭാരതീയ സംസ്കൃതി അനുസരിച്ച് അതായത് അമ്മയുടെ വാത്സല്യത്തിന്റെ അമൃതം ചുരത്തുന്നതാണത്രേ മാറിടങ്ങൾ എന്ന് പറയുന്നത്. ആ മാറിടത്തിലൂടെ വരുന്ന ആ അമൃതമാണ്, പാല് എന്നല്ല പറയുന്നത്, ആ സ്തന്യം. അതുകൊണ്ടാണ് ഈ ഗോമാതാവ് നെക്സ്റ്റ് ടു ഗോഡാണ് അല്ലെങ്കിൽ നെക്സ്റ്റ് ടു മദറാണ് ഈ പശു എന്ന് പറയുന്നത്. അമ്മയുടെ മുലപ്പാല് കിട്ടിയില്ലെങ്കിൽ അടുത്തൊരു ചോയ്സ്, നെക്സ്റ്റ് ചോയ്സ് പശുവിന്റെ പാലാണ്. അപ്പൊ സ്തന്യം എന്ന് പറയുന്നത് ഒരു ജീവനെ നിലനിർത്താനുള്ള ഒരു എന്താ ജീവന്റെ ജീവാമൃതമാണ് വേണമെന്നുണ്ടെങ്കിൽ അല്ലേ. ഇപ്പൊ മാതാവിന്റെ അല്ലെങ്കിൽ അമ്മയുടെ വാത്സല്യത്തിന്റെ അമൃതം ചുരത്തുന്നവയാണ് സ്ഥലങ്ങൾ എന്ന് പറയും. അങ്ങനെയൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നാമ ഇതാണ് കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്ഥലി.